എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു ചൂടാണ് പുറത്തല്ലേ, ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല ചൂട്. ആ ഒരു നല്ല ചൂടിൽ നമ്മൾ വീട്ടിലോട്ട് കയറി വരുമ്പോൾ നല്ല തണുത്ത ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തോ ഒരു ഇഷ്ടത്തോടു കൂടി നമ്മൾ കുടിക്കും അല്ലേ. മനസ്സും നിറയും വയറും നിറയും എന്ന് പറയുന്നതിന് കണക്ക് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന 3 വ്യത്യസ്ത രുചിയിലുള്ള 3 വ്യത്യസ്ത കളറിലുള്ള ഡ്രിങ്ക്സാണ് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അന്നേരം അത് നമുക്ക് ഈ ഒരു സീസണിൽ കിട്ടുന്ന 3 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. നല്ല കളറും നല്ല രുചിയുമുള്ള വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു 3 ഡ്രിങ്ക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതൊന്ന് കണ്ടിട്ട് വരാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് വേറെ ഒരു കളറും ചേർത്തിട്ടില്ല, നാച്ചുറൽ ആയിട്ടുള്ള കളറാണ് കേട്ടോ. അന്നേരം നമുക്ക് ഈ 3 ഡ്രിങ്ക്സ് തയ്യാറാക്കാനും വേണ്ടി ചാമ്പയ്ക്ക, മാങ്ങ, അതുപോലെ തന്നെ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇവ 3ഉം ഈ ഒരു സമയത്ത് സുലഭമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. നാട്ടിൻപുറങ്ങളിലൊക്കെ ആണെങ്കിൽ മാങ്ങയും ചാമ്പയ്ക്കൊക്കെ ഇഷ്ടം പടിയുണ്ട്. അന്നേരം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. അന്നേരം ചാമ്പയ്ക്ക എടുക്കുമ്പോൾ നല്ല ഡാർക്ക് കളറിലുള്ള ചാമ്പയ്ക്ക എടുക്കുകയാണെങ്കിൽ നല്ല ഡാർക്ക് കളറിലുള്ള ഡ്രിങ്ക്സ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അത് നമ്മൾ ഒരു കുഞ്ഞു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ലേശം കസ്കസ് കൂടി ഇട്ട് കൊടുക്കാം. അത് പെട്ടെന്നൊന്ന് കുതിർന്ന് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ഡ്രിങ്ക്സുകൾ ഓരോന്നായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അത് നമ്മൾ നല്ല കളറുള്ള ചാമ്പയ്ക്ക എടുത്തിട്ടുണ്ട്. ചാമ്പയ്ക്ക നമ്മൾ എടുത്തതിന് ശേഷം നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. തറയിലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ശരിക്കും മണ്ണൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അത് മണ്ണൊക്കെ മാറ്റിയതിന് ശേഷം ഉള്ളിൽ ദണ്ട് ഈ ഒരു അഴുക്കെടുത്ത് മാറ്റിയിട്ട് കുരുവൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആ ഒരു കുരുവൊക്കെ മാറ്റിയതിന് ശേഷം ചാമ്പയ്ക്ക മാത്രമായിട്ട് മിക്സിയുടെ കുഞ്ഞു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ചേരുവകൾ ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഒരു 2 പേർക്ക് കുടിക്കാനും വേണ്ടി ഒരു 7-8 ചാമ്പയ്ക്കയുടെ മതി. എന്ന് പറഞ്ഞാൽ ചാമ്പയ്ക്കയ്ക്ക് അത്യാവശ്യം നല്ല പുളിയുണ്ട്, അത്യാവശ്യം നല്ല മധുരമുണ്ട്. അന്നേരം ഇതിലെ എല്ലാ ചാമ്പയ്ക്ക ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ചാമ്പയ്ക്കയെല്ലാം ഇതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയുടെ കുഞ്ഞു ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പും പഞ്ചസാരയും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനെ അരിച്ചെടുക്കാം. ഇതിൽ വേണമെങ്കിൽ പച്ചമുളകൊക്കെ ചേർത്തിട്ട് വേറൊരു ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചാമ്പയ്ക്കയും പഞ്ചസാരയും തണുത്ത വെള്ളവും ഉപയോഗിച്ച് അതിനെ നമ്മൾ അടിച്ച് കൊണ്ടുവന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഡ്രിങ്ക്സ് തയ്യാറാക്കാനും വേണ്ടി നല്ല പുളിയുള്ള പച്ചമാങ്ങയാണ് എടുക്കുന്നത്. അതിൻ്റെ തോല് കളയുന്നില്ല, തോലോട് കൂടി ഇടുമ്പോഴാണ് ഒരു നല്ല കളറ് കിട്ടുന്നത് കേട്ടോ. അത് നമുക്കിതിനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. 2 പേർക്കുള്ള ഡ്രിങ്ക്സാണ് തയ്യാറാക്കുന്നത്. അന്നേരം ഇതിനെ ഒരു അരമുറി മാത്രം മാങ്ങ എടുത്താൽ മതി. അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. അന്നേരം ഇതിനെ ഇതുപോലെ നമുക്ക് അരിഞ്ഞിടാം. ഇനി ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചിയെ നമ്മൾ 3ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ മാങ്ങയും ഇഞ്ചിയും. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുമന്നുള്ളിയാണ്. അതൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അളവ്, നമ്മൾ എടുക്കുന്ന ചേരുവയുടെ അളവ് നമുക്ക് എത്രത്തോളം വേണം എന്നനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അതിനുശേഷം നല്ല എരിയുള്ള കാന്താരി 3 എണ്ണം, അത്യാവശ്യം നല്ല എരിയുള്ളതാണ്. കൂടിയാൽ ഭയങ്കര പാടാണ് നമ്മൾ കേട്ടോ, ഭയങ്കരമായിട്ട് കത്തിപ്പോകുന്നൊരു ടേസ്റ്റാണ് ഈ ഒരു ഡ്രിങ്കിന്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ തണുത്ത വെള്ളമാണ് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നതിനെ ഇനി നമുക്ക് അരിച്ചെടുക്കാം. അത് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാൻ കുറച്ച് പാടാണ്. നമുക്കിതിനെ അരിച്ചെടുക്കാവുന്നതാണ്. ഇത് നല്ലപോലെ നമ്മൾ അരിച്ചെടുത്തതിന് നമുക്കിതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ 3ാമത്തെ ഡ്രിങ്കാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അത് നമ്മൾ നാരങ്ങ ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അന്നേരം നാരങ്ങ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങയുടെ ആവശ്യമുള്ള 2 പേർക്ക് നല്ല ടേസ്റ്റോടു കൂടി കുടിക്കാൻ പറ്റുന്ന ഡ്രിങ്ക്സ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ പല വെറൈറ്റി രീതിയിലുള്ള നാരങ്ങ ജ്യൂസുകൾ കുടിച്ചിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോടു കൂടി കുടിക്കാൻ പറ്റുന്നൊരു ഡ്രിങ്കാണ് കേട്ടോ. അതിനും ഇതിൻ്റെ തോല് നമുക്ക് ചെത്തി മാറ്റാം. സാധാരണ നമ്മൾ നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൽ ഉപ്പും പഞ്ചസാരയും ചേർത്ത് കുടിക്കുന്നവർ കാണും. മുളക് ചേർത്തിട്ട് മിക്സിയിൽ ഇഞ്ചിയും കൂടെ ഒക്കെ ചേർത്തിട്ട് അങ്ങനെയൊക്കെ നാരങ്ങ പല വെറൈറ്റികളായിട്ട് നമ്മൾ കുടിക്കുന്നവരാണ്. അതും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതിൻ്റെ തോല് നമ്മൾ ചെത്തി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കുരുവും കൂടെ നമുക്ക് എടുത്ത് മാറ്റാം. പെട്ടെന്ന് കയ്പുണ്ടാവും നാരങ്ങയുടെ കുരുവും തോലും കൂടെ ചേർത്തിട്ട് നമ്മൾ മിക്സിയിൽ അടിക്കുന്ന സമയത്ത്. അതിൻ്റെ കുരുവും കൂടെ നമുക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം ഇതിനെ നമുക്ക് അരിഞ്ഞ് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം.
ഇതുപോലെ ഈ ഒരു ജ്യൂസൊക്കെ തയ്യാറാക്കിയിട്ട് നമ്മൾ ഫ്രീസറിനകത്ത് ചെറിയ ചെറിയ ഡപ്പയിലാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് അത് നോർമൽ വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കുടിക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെയും നമുക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മൾ എന്നാലും ഈ നാരങ്ങ എല്ലാം തന്നെ ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വളരെ ചെറുതായിട്ട് മതി കേട്ടോ, ചെറിയൊരു കഷ്ണം ഇഞ്ചി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ പച്ചമുളക് ചേർക്കുന്നില്ല, ഇഞ്ചി മാത്രമാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പഞ്ചസാര മധുരത്തിന് ആവശ്യം ഒരു നുള്ളു ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല തണുത്ത വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ നമുക്കിതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. അന്നേരത്തിന് ഇത് നമ്മൾ സാധാരണ നാരങ്ങ പിഴിയുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ ടേസ്റ്റ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ. നല്ലപോലെ പതഞ്ഞ് നല്ല വെള്ള കളറിൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സീസണിൽ കിട്ടുന്നതായിട്ടുള്ള 3 ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു 3 ഡ്രിങ്ക്സ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് 3 ബൗളിലോട്ടായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. ഇനി ഓരോന്നിലായിട്ട് നമുക്ക് കസ്കസും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് പെട്ടെന്ന് ഒരു തയ്യാറെടുപ്പോട് കൂടിയൊന്നും അല്ലാണ്ട് ചെയ്തൊരു 3 ഡ്രിങ്ക്സാണ്. അതുകൊണ്ട് തന്നെ മിൻറ്റ് ലീഫ് എൻ്റെ കയ്യിലില്ല, അത് ചേർത്തിട്ടില്ല കേട്ടോ. അതിനും അതും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ സോഡയും കൂടെ ചേർക്കുകയാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല കിടിലിനായിരിക്കും നല്ല ചൂടത്ത് ഈ ഒരു തണുത്ത ഡ്രിങ്ക്സ് കുടിക്കാനും വേണ്ടി. നമ്മുടെ മാങ്ങയുടെ ജ്യൂസിലോട്ട് നമ്മളിതുപോലെ ആ ഒരു കസ്കസും കൂടെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കളർ തന്നെ ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള കളറാണ്. നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ആ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഓരോരോ ഡ്രിങ്ക്സ് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാമ്പയ്ക്ക വെച്ചിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ. അത് ഭയങ്കര നല്ലൊരു കളർ, നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കളറാണ് ചാമ്പയ്ക്ക വെച്ചിട്ടുള്ളതിന്. അന്നേരം നല്ലൊരു ടേസ്റ്റ് വേണം കേട്ടോ. ചാമ്പയ്ക്കയും പഞ്ചസാരയും ചേർത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ കണക്ക് നമുക്ക് വെറൈറ്റി ആയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം, ഇഞ്ചിയും അല്ലാതെ നമുക്ക് പച്ചമുളകൊക്കെ ചേർക്കാം. പക്ഷേ നാച്ചുറലായിട്ടൊരു ടേസ്റ്റാണ്. ചാമ്പയ്ക്കയുടെ അതേ ടേസ്റ്റ് കിട്ടുന്ന ഒരു കിടലൻ ജ്യൂസാണ് ആ ഒരു ചാമ്പയ്ക്ക വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി. ഇത് നാരങ്ങയുടെ, അതിൽ ലേശം ഇഞ്ചി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അല്ലാതെ നാരങ്ങയും പഞ്ചസാരയും ലേശം ഉപ്പും കൂടെ നല്ലൊരു ടേസ്റ്റാണ്. ഇന്ന് നമ്മൾ കുടിക്കുന്ന നാരങ്ങ വെള്ളത്തെക്കാട്ടി കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. മൂന്നാമത്തേതാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള മാങ്ങാ ജ്യൂസ്. ഇവ രണ്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ് മാങ്ങയുടെ ഡ്രിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിൽ നമ്മൾ ചുമന്നുള്ളി, ഇഞ്ചി, പ്രത്യേകിച്ച് കാന്താരി, മാങ്ങ എല്ലാം കൂടെ ചേർക്കുമ്പോഴത്തേന് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. മിക്സിയുടെ ജാറ് തന്നെ തുറക്കുമ്പോൾ നമ്മുടെ മൂക്കിലോട്ട് ഇങ്ങനെ എരിഞ്ഞ് കയറി ഒരു കത്തുന്ന ഫീലാണ് ഇത് കുടിക്കുമ്പോൾ. അതിൽ ഇതിൽ സോഡയും അതുപോലെ തന്നെ മിൻറ്റ് ലീഫും കൂടെ ചേർക്കുകയാണെങ്കിൽ, നിങ്ങൾ തയ്യാറാക്കുമ്പം അതും കൂടെ ചേർത്തിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും നല്ലൊരു എഫക്റ്റുമാണ് ഈ 3നും കിട്ടുന്നത് കേട്ടോ. അന്നേരം തീർച്ചയായിട്ടും ഈ ഒരു നല്ല ചൂടിൽ ഇവ 3 ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. നമ്മുടെ ഒരു കുഞ്ഞു ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാ കൂട്ടുകാർക്കടുത്തും എപ്പോഴും പറയുന്ന പോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.